കേന്ദ്രത്തോട് 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനം ചെലവഴിച്ച തുക തിരികെ നൽകണം. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം. കേരളത്തിന് അർഹമായ നികുതി വിഹിതം കിട്ടുന്നില്ല. ബജറ്റിന് മുന്നോടിയായി നടന്ന ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF MPമാർ പിന്തുണ വാഗ്ദാനം ചെയ്തു. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് സഹായകരമാകും. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് അതിന് നമുക്ക് 5,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞു. പിന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരാനുള്ള തന്നെ നമ്മൾ ചിലവഴിച്ച പണം തരാനുണ്ട് ധാരാളം. 3,000-ലധികം കോടി രൂപ ഇപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്ത NHM, അംഗൻവാടി, ആശ ഇതുപോലുള്ള മേഖലകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാം കുടിശ്ശികയാണെന്ന് വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ 40,000 കോടി അധികമാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നത്. 1,20,000 കോടിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന് 5 വർഷം ചിലവാക്കിയെങ്കിൽ ഞങ്ങൾ ഈ സർക്കാർ തുടർച്ചയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുമ്പം 1,60,000 കോടി രൂപ വർഷം ശരാശരി ചിലവാക്കുന്നുണ്ട്. എന്നാ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്? 2021 ഏപ്രിൽ 1. 2021 ഏപ്രിൽ 6 ഇലക്ഷൻ നടന്നു. 2021 മെയ് മാസം 20 പുതിയ ഗവൺമെൻറ് വന്നു. ശമ്പളം കൊടുത്തത് ഈ ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. സംസ്ഥാനത്ത് കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് നൽകാത്തതിന് കാരണം രാഷ്ട്രീയമാണ്. റെയിൽവേ വികസനത്തിലും കൂടുതൽ പദ്ധതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ അധിക തുക നൽകുമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 24 തിരുവനന്തപുരം.